ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ പനീർ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് പാലും കുറച്ച് തൈരും മാത്രമാണ്. 1 ലിറ്റർ പാലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം 200 ഗ്രാം പനീറൊക്കെ കിട്ടും. അത് പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ച് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. ഈ പനീർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ 3 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയം മാത്രമേ വേണ്ടൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പാൽ അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. അടി കട്ടിയുള്ള പാത്രമാണ് ഈ പാൽ തിളപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ സാധാരണ ഒരു പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പാൽ തിളച്ചതിന് ശേഷമാണ് ഈ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ 3 ലിറ്റർ പാലിലേക്ക് നമുക്ക് 1 ബൗൾ തൈര് ആവശ്യമുണ്ട്. ഇവിടെ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് കുറേശ്ശെയായിട്ട് പിരിഞ്ഞു വരുന്നുണ്ട്. ഇത് അരിച്ചെടുക്കാനുള്ള പാത്രം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യമേ ഉള്ളൂ. ഈ പാലും പനീറും കൂടി വേർതിരിഞ്ഞു കഴിഞ്ഞാൽ വേഗം സ്റ്റവ് ഓഫ് ചെയ്യുക. വേഗം അത് അരിപ്പയിലേക്ക് ഒഴിച്ചു മാറ്റുക. കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ പനീർ എന്തായാലും ഹാർഡാവും. പിന്നെ നമുക്ക് പനീറിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്യാനും ഒന്നും പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. പാലിൽ നിന്ന് പനീർ വിട്ട് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചു മാറ്റാം. പനീർ നമുക്ക് 1 മാസം വരെയൊക്കെ കേടുവരാതെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പനീർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിലേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ തൈരിൻ്റെ പുളിരസം കളയണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുതേ. അപ്പോൾ പനീർ ചിലപ്പോൾ കട്ടിയാവാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പനീർ അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് കയറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. ആ പനീറിലുള്ള വെള്ളമാണ് പാത്രത്തിൽ കാണുന്നത്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് പനീറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒട്ടും പൊടിഞ്ഞു പോവാതെ നല്ല സ്മൂത്തായിട്ട് മുറിക്കുമ്പോൾ തന്നെ അറിയാലോ. 1/2 കിലോയ്ക്ക് മുകളിൽ എന്തായാലും പനീർ കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. ഇനി ഇത് സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള പനീറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പെർഫെക്റ്റ് പനീർ. ആദ്യം മുറിച്ചെടുത്ത കഷ്ണങ്ങൾ കുറച്ച് വലുതായി തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ അതിനെ ഒന്നുകൂടി ചെറുതാക്കി മുറിച്ചെടുത്തു. പനീർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയും പനീർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും. താങ്ക് യു ഫോർ വാച്ചിങ്.